ാണ് നമ്മുടെ പരിപാടി സമാപനത്തിലേക്ക് കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും വന്ന് ഇരുന്ന് സഹകരിക്കുക. വേദിയിൽ 250. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ് ഫഇന്ന ഫളല റസൂലുള്ളാഹി ليس له عد فيعرب هناتكم بفمي مولاي صل وسلم دائما ابدا على ابعد من دون هدمي. ആദരണീയരായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു വിദ്യാർത്ഥിനികളെ, ഇച്ചിലങ്കോട് പച്ചമ്പളം സിറാജുൽ മുനീർ ദഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മദർ റസൂൽ മിലാദ് ഫെസ്റ്റ് എന്ന അവർ സംഘടിപ്പിച്ച ഒരു സംഘാടനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോട് തുടങ്ങുന്നു. നമ്മുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബിക്കടലിൻ തീരത്ത് ഒരു കുഞ്ഞു ജനിക്കുകയുണ്ടായി. അതാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബ് നാട്ടിലും ലോകത്തെല്ലായിടത്തും കടുത്ത അജ്ഞതയുടെയും വഴികെട്ട ജീവിതത്തിന്റെയും തടവറയിലായിരുന്ന മനുഷ്യ സമൂഹത്തെ ആ തടവറകളിൽ നിന്ന് മോചിപ്പിച്ച് തൗഹീദിന്റെ വിശ്വാസത്തിന്റെയും നേർവഴിയിൽ നയിക്കാൻ വേണ്ടി കാരണക്കാരനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ആ പ്രയത്നിച്ച നബിയെ നാം എത്രമാത്രം സ്നേഹിക്കുന്നു നാം ചിന്തിക്കൽ അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ നബിയെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറന്നു പോകുന്ന ഒരു സമുദായമാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിനോട് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് ചോദിക്കുകയാണ്, അല്ല ഉമറേ, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? അപ്പോൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് മറുപടിയായി ഉമർ റളിയല്ലാഹു പറയുന്നു, ഞാൻ എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു. ഇല്ല ഉമറേ, നിന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. അപ്പോൾ പിന്നെയും ചോദിക്കുകയാണ്, നബിയുനാ റസൂലുള്ളാഹി ചോദിക്കുന്നു, അല്ല ഉമറേ, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ എന്റെ മക്കളെയാണ് സ്നേഹിക്കുന്നത്. പിന്നെയും ചോദിക്കുന്നു, നീ ആരെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ എന്റെ മക്കളെയാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുമിനു അഹദുക്കും ഹത്താ അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ. നീ നിന്റെ മാതാപിതാക്കളെക്കാളും നിന്റെ മക്കളെക്കാളും മറ്റെല്ലാ സ്വത്തുക്കളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് വരെ ഒരാളും മുഅ്മിനല്ല. മാത്രമല്ല, നിന്റെ ശരീരത്തെക്കാളും നീ സ്നേഹിക്കണം. നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര സ്നേഹിക്കുന്നു? ആരാണ് നബി? അല്ലാഹു തആല ആദരിക്കപ്പെട്ട നബിയാണ്. എന്തിനേറെ പറയണം? എന്നും വിശ്വാസത്തിന്റെയും സന്മാർഗത്തിന്റെയും സ്രോതസ്സായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് സാക്ഷ്യം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? മറ്റു നബിമാരെ അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നു, യാ മൂസ, യാ യാക്കൂബ്, യാ ഇസ്മാഈൽ എന്നിങ്ങനെ പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിടത്ത് പോലെങ്കിലും നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന പേരിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? പുത്തനാശയക്കാരുണ്ടെങ്കിൽ പറയണം, നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന പേരിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? എന്തിനാണ് പറയണം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹു വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹൻ നബി ഇന്നല്ലാഹു വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എന്റെ മലായികകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്തിനാണ് പറയണം? മൂസ കലീം അലൈഹിസ്സലാം അവിടുന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിയായി ജനിക്കാൻ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. അർശിന്റെ പുറത്ത് അന്ധകാരത്തിൽ ചെന്ന്
സ്നേഹിക്കുന്നുണ്ട്. നാം സ്വയം നിലവാരം എത്രയാണെന്ന് പരിശോധിക്കൽ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഖാതിമുൻ നബിയിന റസൂൽ റബ്ബിൽ ആലമീൻ അല്ലാഹു തആല പറയുന്നു വിശുദ്ധ ഖുർആൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ നബിയെ അങ്ങേ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ അയച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. നാം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹിക്കണം. എത്രമാത്രമാണ് അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ എല്ലാത്തിനേക്കാളും നിന്റെ ശരീരത്തെക്കാളും പോലും നീ നബിയെ സ്നേഹിക്കണം. അല്ലാഹു നബിയെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് മാത്രം ഞാൻ നിർത്തുന്നു.